6-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ പറയുന്നു, ഈ ധ്യാനയോഗമാണ് പറയുന്നത്. അവിടെ അത് വേണ്ട മാതിരി ചെയ്താൽ ഈശ്വര സാക്ഷാത്കാരമുണ്ടാവും. അങ്ങനെയുള്ള ഭക്തനാണ് നല്ലതെന്ന് പറഞ്ഞു നോക്കി. സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവേണ്ടതാണ്, ഉണ്ടാവുന്നത് തെറ്റില്ല. കാരണം ഈ ഭഗവാൻ എന്ന് പറയുന്നത് പൂർണ്ണമാണ്. അതിനെ ബോധിക്കുക, അത് ബോധിക്കണമെങ്കിൽ പൂർണ്ണം കൊണ്ടല്ലാണ്ട് അപൂർണം കൊണ്ട് സാധിക്കാൻ വയ്യല്ലോ. മനസ്സ്, ബുദ്ധി ഇവകളൊക്കെ പൂർണ്ണങ്ങളല്ല, പരിമിതങ്ങളാണ്. അപ്പോൾ ആ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ധ്യാനിച്ചിട്ട് അപരിമിതമായ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ സംശയം തോന്നും. കാരണം പരിമിതത്തിന് എങ്ങനെയാണ് അപരിമിതത്തിനെ അറിയാൻ സാധിക്കുക? അർജുനൻ ചോദിച്ചില്ല ഈ കാര്യം, പക്ഷെ ഭഗവാന് ഉള്ളിൽ തോന്നിയിട്ടുണ്ടായിരിക്കണം ഇതൊരു സംശയം, വസ്തുത ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് അർജുനൻ ചോദിക്കാതെ തന്നെയാണ് 7-ാം അധ്യായത്തിൽ ഇത് സാധിക്കുമെന്ന് പറയാനാണ് പറഞ്ഞു വരുന്നത്. 7 ഗീതയിൽ 7 വരെ ഉള്ള അധ്യായങ്ങൾ, 6 വരെയുള്ള യുദ്ധങ്ങളിലൊക്കെ അർജുനൻ്റെ ചോദ്യമുണ്ട്. ചോദ്യമില്ലാത്ത ഒരു അധ്യായവുമില്ല, എല്ലാവർക്കും ഉണ്ട്. ആദ്യമായിട്ട് അർജുനൻ ചോദിക്കാതെ ഭഗവാൻ പറയുന്ന അധ്യായമാണ് 7, ജ്ഞാന വിജ്ഞാന യോഗം. ഇനി 9 ഇത് മരുന്നിന് അർജുനൻ്റെ ചോദ്യം ഇല്ലാതെയാണ്, അതും പ്രസിദ്ധമായതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 13 ചോദ്യമില്ലാത്തത്, അവസാനം 15. ഈ 13 ഒരു സംശയം ചിലർക്ക് ചില വിഭാഗത്തിൽ കാണാം. കാരണം ഭക്തിയോഗം കഴിഞ്ഞിട്ട് ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന 13 പേര്. അവിടെ ചില പുസ്തകങ്ങളിൽ ഒരു അർജുനൻ്റെ ഒരു ചോദ്യം, ക്ഷേത്രജ്ഞൻ ഏതാ വ്യത്യാസം എന്ന് ചോദിച്ചു ഒരു അങ്ങനെ ഒരു വിഭാഗം പുസ്തകത്തിൽ കാണാം. ശ്രീ ശങ്കരാചാര്യസ്വാമികൾ ആ ശ്ലോകം അവിടെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതിനെ ഗീതയുടെ ശ്ലോകമായിട്ട് അംഗീകരിച്ചിട്ടില്ല. കാരണം അതിന് നമ്പർ ഇടുമ്പോൾ 0 ഇടുന്നത്, അപ്പോൾ അത് ഇതിൽ പെടില്ലല്ലോ. പിന്നെ 1 അല്ല, അങ്ങനെയൊരു ശ്ലോകം ഉണ്ടെന്ന് കാണിക്കാനായിരിക്കാം സ്വാമികൾ അതും ചേർത്തത്. ഏതായാലും അധിക ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം ഗീതയിൽ 700 ശ്ലോകമേ ഉള്ളൂ എന്നാണ്. ഈ 13 ഒരു ശ്ലോകം അങ്ങനെ വന്നാൽ 701 അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നത് 15-ാം അധ്യായമാണ് ഗീതയുടെ സാരം. അതിൽ 700 അക്ഷര, 701 700. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏതായാലും പറഞ്ഞു വരാൻ കരുതുന്നത് 7 മുതൽക്കാണ് ആദ്യത്തെ പ്രാവശ്യം ഭഗവാൻ സ്വമേധയാ അർജുനോട് പറയുന്ന ഈ ഒരു അധ്യായമാണ് ഗീതയിലെ ആദ്യത്തെ 7. അവിടെ ചോദ്യം ഇതാണ്, അർജുനൻ ചോദിച്ചിട്ടില്ല, പരിമിതമായ ഈ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സഹായം കൊണ്ട് പൂർണ്ണമായ ഈ ബ്രഹ്മത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് സംശയമുണ്ടെങ്കിൽ ഉണ്ടാവാം, അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതേ ആസ്വദിച്ചിട്ട് കുറച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് ബാധിക്കാൻ. ഈ വേദാന്ത ശാസ്ത്രത്തിലെ 3 കാര്യങ്ങളാണ് ധ്യാനത്തിലുള്ളത്. ജീവേശ്വര ജഗത്ത് എന്നതിന് പേര്. ഈശ്വരൻ, ജഗത്ത്, ജീവൻ, ഇങ്ങനെയാണ് 3. അതിൽ വേദാന്ത ശാസ്ത്രപ്രകാരം ഈശ്വരൻ്റെ സങ്കല്പമാണ് ജീവൻ. അതാണ് 15 മമൈ വംശോ ജീവലോകെ എന്നുണ്ട്. ആ ജീവൻ്റെ സങ്കല്പമാണ് ജഗത്ത്. അതാ വ്യത്യാസം. ജഗത്തിന് ശക്തിയില്ല, ജീവൻ സങ്കല്പിച്ചതാണ്. ജഗത്ത് എന്ന് പറയുന്നത് ജഡമാണ്. ജഡം എന്ന് പറഞ്ഞാൽ ചലനം പ്രകടമല്ല, അല്ലെങ്കിൽ സാപേക്ഷമാണ്. വെറുതെ ചലനം ഉണ്ടായതുകൊണ്ട് മാത്രം അത് ചൈതന്യമാണെന്ന് പറഞ്ഞുകൂടാ. ഒരു ഉദാഹരണം പറയാനുള്ളത്, വാച്ചിങ്ങനെ ചലിക്കുന്നുണ്ട്, ആ ചലനം കൊണ്ട് അത് ചൈതന്യമാണെന്ന് പറഞ്ഞുകൂടാ. കാരണം അത് വൈൻഡ് ചെയ്ത ഒരു മനുഷ്യനുണ്ട്, അതുകൊണ്ടാണ് അത് സാധിച്ചത്. അപ്പോൾ അത് ഗ്രാമഫോണാണ് വയ്ക്കുക. പണ്ടൊക്കെ പണ്ടല്ലോ, അല്ലപ്പോൾ ഈ പാട്ടൊക്കെ പിടിക്കണമെന്നുണ്ടല്ലോ, അതിനൊരാൾ വേണമല്ലോ, അല്ലാണ്ട് സാധിക്കില്ല. അപ്പോൾ വൈദ്യുതി ചെയ്തേക്കുക, ഇല്ല കറണ്ട് അവിടെ ഉണ്ടെങ്കിലും സ്വിച്ച് ഇട്ടാലേ കത്തുള്ളൂ. അപ്പോൾ അതൊന്നും എന്തല്ല, ചൈതന്യമല്ല.
ഭഗവാന്റെ അംശമാണ് ആര്? ജീവൻ. ഈശ്വരനെ തന്നെ 3 തരക്കാണ്. എണ്ണമറ്റത് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണ് ആര്? ഈശ്വരൻ. എണ്ണാൻ കഴിയുന്നതാണ് ജീവന്മാർ ഉണ്ട്. എണ്ണാൻ കഴിയാത്തത്, അതായത് ഒന്നുമില്ല എന്നല്ല, അതീവ സൂക്ഷ്മമായത്, അതിനാണ് പൂജ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 എണ്ണമുണ്ട്. അങ്ങനെ ജീവനും ഈശ്വരനെ പോലെ സങ്കല്പിക്കുവാനും സങ്കല്പിക്കാതിരിക്കാനും കഴിയും. നമുക്ക് അനുഭവമാണ്. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും നമ്മൾ സങ്കല്പിക്കുന്നു, ഉറങ്ങുമ്പോൾ സങ്കല്പമില്ല. അപ്പോൾ ഒന്നുമില്ലേനു സാധിക്കുന്നു. സങ്കല്പിക്കുമ്പോൾ ജഗത്തുണ്ട്, സങ്കല്പരഹിതമായാൽ ജഗത്ത് ഇല്ല. അതാണ് ഉറക്കം. ഇനി സങ്കല്പരഹിതൻ ആവാനാണ് ധ്യാന പരിശീലനം. നമ്മളൊക്കെ ഈ സങ്കല്പങ്ങളില്ലാതെ ചുരുക്കലാണല്ലോ, അതിനാണ് സമാധി വരും. സ്ഥൂല സങ്കല്പം സമം ജഗത്ത്, ജാഗ്രത അവസ്ഥ. സൂക്ഷ്മസങ്കല്പം സമം സുഷുപ്തി അല്ലെ സ്വപ്നാവസ്ഥ. സങ്കല്പരഹിതം അത് ജഗത്ത് ഇല്ല, ആ സമയത്ത് സുഷുപ്തി. ഉറക്കം എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വന്തം കിട്ടുന്നതല്ല, ഈശ്വരദത്തമായ ഒരു ശക്തിവിശേഷമാണ്. സമാധി നമുക്ക് പരിശീലിച്ച് കിട്ടണം, ആ വ്യത്യാസം. ഉറക്കം നമുക്ക് പരിശീലിക്കേണ്ട. ജീവനും ജഗത്തും സാപേക്ഷങ്ങളാണ്. അതായത് ഈശ്വരനെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. ഈശ്വരൻ നിരപേക്ഷനുമാണ്, സ്വതന്ത്രനുമാണ്, നിത്യനും മുക്തനുമാണ്. അദ്ദേഹത്തിന് ബന്ധനാവസ്ഥ എന്നൊന്നില്ല. ഈശ്വരനെ പൂർണ്ണതയിൽ എത്താൻ 4 മാർഗങ്ങളുണ്ട് നമ്മുടെ. 1 കർമ്മയോഗം, 2 ഭക്തിയോഗം, 3 ജ്ഞാനയോഗം, 4 ധ്യാനയോഗം. പാരമാർത്ഥിക സത്യം എന്നുള്ളത് 1 മാത്രം, 2 ഇല്ലാത്തത്. ഏകം ഏവ ദ്വിതീയം ബ്രഹ്മ എന്നുള്ളത്. വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ വ്യവഹാരം സാധിക്കാൻ 2ആയി എന്ന തോന്നലാണത്. ഏതുപോലെ മണ്ണ് കുടമായി എന്ന് തോന്നുകയാണ്, പക്ഷേ എന്നാലേ വെള്ളം കൊണ്ട് വയ്ക്കും. സ്വർണം പണ്ടമായി എന്നൊക്കെ. പ്രാതിഭാസ സത്യം എന്ന് പറഞ്ഞാൽ ഈ കുടത്തിൻ്റെ ചിത്രം അല്ലെങ്കിൽ പണ്ടത്തിൻ്റെ ചിത്രം, അതുകൊണ്ട് കാര്യമില്ല. അതിൽ ഭഗവാൻ ഉള്ളത് ഈ ഈശ്വരൻ എന്ന് പറയുന്നത് പാരമാർത്ഥിക സത്യം, കുടം എന്ന് പറയുന്നത് വ്യാവഹാരിക സത്യം, കുടത്തിൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ പ്രാതിഭാസിക സത്യം. സാമാന്യത്തിന് കുറേ വാക്കറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത്. ഇങ്ങനെയല്ലാണ്ട് വേറെ ഇതിൻ്റെ സാമാന്യം വിശേഷം എന്ന് പറയാറുണ്ട്. സാമാന്യം എന്ന് പറഞ്ഞാൽ അത് സച്ചിദാനന്ദാണ്, സത്ത് ചിത്ത് ആനന്ദം, നാമരൂപരഹിത. ആ സാമാന്യത്തിന് വിശേഷം, സാമാന്യം എന്ന് സ്വർണ്ണ വിചാരിക്കുക, എന്നാൽ വിശേഷം പണ്ടാണ്. വിശേഷം നാമരൂപസഹിതം, മാറ്റം വരുന്നത്. പ്രാതിഭാസികത്തിൽ സത്ത് എന്നൊന്നില്ല. സത്യചിദാനത്തിൽ ചിത്ത് മാത്രമേ ഉള്ളൂ, ആനന്ദവും ഇല്ല. ഇല്ല, നാമരൂപങ്ങളുടെ പ്രതീതി മാത്രം ഉണ്ട്, തോന്നുക എന്നതിനോട്. ഈ ബ്രഹ്മം വരുന്നത് വാസനയാലാണ്. നമുക്ക് വാസനയാണ് കാരണം. അതെങ്ങനെയാണ് വരുമോ ചോദിച്ചാൽ അതിനൊരു ഉദാഹരണം വേദാന്തത്തിലാണ്. നമ്മൾ വിളക്ക് കത്തിക്കുക, പണ്ടൊക്കെ എണ്ണ ഒഴിച്ചിട്ടാണല്ലോ. കത്തിച്ച് അങ്ങനെ കത്തിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരുന്നാൽ കുറേ കഴിഞ്ഞാൽ ആ വിളക്കിൻ്റെ അത് തന്നെ ഒരു മഷി വരും. അപ്പോൾ അതിൻ്റെ പ്രഭ ഇങ്ങനെ ചുരുങ്ങും. ആ മഷിയെ തട്ടിയാൽ മതി, അപ്പോൾ ആദി പ്രഭയായി. ഇതുപോലെ നമ്മൾ ജീവിക്കുമ്പോൾ വാസന ഇങ്ങനെ പറഞ്ഞ മഷി അത് വരും. അപ്പോൾ നമ്മൾ ആ പൂർണ്ണമായ ഈശ്വര സാക്ഷാത്കാരമില്ലാണ്ട് ഒന്ന് മങ്ങും. എന്തേ വേണ്ടു? സാധനയിൽ കൂടെ ഈ മഷി തട്ടുക എന്നുള്ളതിന് പകരം നമ്മൾ സാധന ചെയ്യാമെന്ന് പറഞ്ഞു. അത് തട്ടിയാൽ വീണ്ടും പോലെയായി. അപ്പോൾ ഇതൊക്കെ സാധിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. 7 പറയാൻ പോകുന്നത് ഈശ്വര സാക്ഷാത്കാരം ധ്യാനം കൊണ്ട് സാധിക്കും. ശ്ലോകം വായിക്കാം. മയ്യാസക്തമനാ പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസസി തച്ഛൃണു. മയ്യാസക്തമന. ഗീതയ്ക്ക് സ്വതവേ ഈ ആസക്തി എന്നുള്ള വാക്ക് ഒട്ടും സമ്മതമല്ല. കാരണം അവിടെയൊക്കെ ആസക്തി എന്ന് പറഞ്ഞാൽ ഉണ്ടായി ഇല്ലാതെയാവുന്നത്, മാറ്റം വരുന്നത്, അല്ലെങ്കിൽ നശിക്കുക എന്ന് പറയാൻ പാടില്ല. ഏതായാലും അങ്ങനെ ഉള്ളതിനോട് മനസ്സ് ഒട്ടുന്നതിൻ്റെ പേരാണ് ആസക്തി. അപ്പോൾ അത് വയ്യല്ലോ. ഇവിടെ ഭഗവാൻ അത് ഉപയോഗിച്ചത് അതല്ലാന്ന് പറയണം. മയ്യാസക്തമന, എന്നോട് ആസക്തി. അപ്പോൾ അത് ആസക്തിയാവില്ല, അതിന് പ്രേമെന്നവും പേരും. കാരണം നശിക്കുന്നവൻ്റെ പ്രേമം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നാടൻ ഭാഷയിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയോടോ അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനോടോ പ്രേമുണ്ടെന്നൊക്കെ പറയും. അതിന് പ്രേമെന്ന് വാക്ക് വയ്യ. വാസ്തവത്തിൽ സ്നേഹം എന്ന് പോലും വയ്യ, ആസക്തി ഉണ്ടെന്നേ പറയൂക്കൂ.
മറ്റത് ശരിയല്ല. എങ്കിലും ഇപ്പം നമ്മളങ്ങനെ അപ്പം ഭഗവാൻ പറഞ്ഞത് മയ്യ ആസക്തമന, എന്നിൽ ആസക്തി, അത് പറഞ്ഞാൽ പൂർണ്ണത വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയ. ആരാണോ യോഗം അല്ലെങ്കിൽ ഭഗവാനായിട്ട് കൂടിച്ചേരാനുള്ള അതിന് ആശ്രയമാണത്. ആശ്രയം അസംശയം സംശയമില്ലാണ്ട് സമഗ്രം പൂർണ്ണമായിട്ടും മാം യഥാജ്ഞാസതി, എങ്ങനെ അറിയും? അത് തത് ശൃണു, ഞാൻ പറയാം, കേട്ടോളൂ. അതായത് ഞാൻ ഇപ്പോൾ പറയാൻ പോണ കാര്യങ്ങൾ പൂർണ്ണതയും അല്ലെങ്കിൽ വ്യാവഹാരികവും പാരമാർത്ഥികവും സത്യങ്ങളും രണ്ടും അറിയാൻ സാധിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ്. കാരണം എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിക്കും. യോഗം എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥം പറയാം. ഇതിൽ 3 തരത്തിലുണ്ട് യോഗത്തിന് അർത്ഥം പറഞ്ഞിട്ട്. 3 കഴിഞ്ഞു പോ. ആദ്യം എന്നുള്ളത് ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം. അതായത് ദുഃഖമാവുന്ന ദുഃഖസ്വരൂപമായ ഈ പ്രപഞ്ചത്തോട് വിയോഗം ഉണ്ടാവുക, അപ്പോൾ ഉണ്ടാവുന്നതാണ് യോഗം. അതായത് സംബന്ധം എന്നതിന് പേര്. ഈശ്വരനായിട്ട് സംബന്ധിച്ചാൽ യോഗം പൂർണ്ണമായി, പ്രകൃതിയായിട്ട് സംബന്ധിച്ചാൽ യോഗം മോശമായി. അപ്പോൾ സംബന്ധം ശരിക്ക് വരും. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഇതാണ് ഈ ഗീതയിലെ ഏറ്റവും അധികം. ഈശ്വരനായിട്ട് ചേരില്ലാണല്ലോ വേണ്ടത്. രണ്ടാമതൊരർത്ഥം അതിന് യോഗം എന്നുള്ളതിന് സമാധി എന്നൊരർത്ഥമുണ്ട്. സമാധിയിൽ സമത്വമാണല്ലോ ഉള്ളത്, രണ്ടുമില്ല. അതിനും ഒരു ശ്ലോകം ഒന്നുണ്ട്. സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്ചതെ 48:2. അത് ഇത്ര തന്നെ വയ്യ, എന്നാലും വളരെ ശരിയാണ് നോക്കാം. കാരണം ഈ പ്രപഞ്ചത്തോട് ബന്ധമില്ലാതെ അല്ലെങ്കിൽ എന്തു വന്നാലും സമത, കാരണം സമതയാണല്ലോ സത്യം. അങ്ങനെ ഒരർത്ഥമുണ്ട്. അപ്പോൾ 1 സംബന്ധം ഈശ്വരനായിട്ട്, 2 സമത. സമതമാകുമ്പോൾ അവിടെ കുറച്ച് ചുരുക്കണ്ട്, 2 ഉണ്ടായില്ലേ സമതമുള്ളൂ. സംബന്ധത്തിൽ അങ്ങനെയില്ല, 1 ഉള്ളൂ. മൂന്നാമതുള്ളതിന് സാമർഥ്യം നടത്തണം. യോഗ കർമ്മസു കൗശലം എന്ന് വരും. അവിടെ കേമം തന്നെയാണ്, അത് കർമ്മത്തിനോടുള്ള കൗശലമാണ്. എന്ത് കൗശലം? ഈ സത്യതയും സമാധാനം ഉണ്ടാവാനുള്ള കഥ. അങ്ങനെ ആ യോഗത്തിന് വേണ്ടി യുഞ്ജൻ ആയതാൽ സാധിക്കും. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമ്യ അശേഷത യജ്ഞാത്വ മേഘഭൂയോന്യ ജ്ഞാതവ്യം അവശിഷ്യതേ. ജ്ഞാനം തേ അഹം സവിജ്ഞാനം, വിജ്ഞാനത്തോടു കൂടി ജ്ഞാനത്തെ. വെറും ജ്ഞാനമാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, കാരണം അവിടെ വ്യവഹാരമില്ല. അതുകൊണ്ടാണ് ഈ വിജ്ഞാനവും പറയാമെന്ന് പറയും. ജ്ഞാനം സവിജ്ഞാനം വക്ഷ്യാമി പറയാം. അശേഷത ചലോ, ഇനി ബാക്കിയില്ലാണ്ട്. യജ്ഞാത്വ യാതെന്നറിഞ്ഞാൽ ന ഇഹ ഇവിടെ ഭൂയഹ വീണ്ടും ജ്ഞാതവ്യം അറിയേണ്ടതായിട്ട് ഒന്നും ശേഷിക്കില്ല. പാരമാർത്ഥിക ജ്ഞാനവും വ്യാവഹാരിക ജ്ഞാനവും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ അറിയാനുള്ളത്? ഒന്നും അറിയില്ല, സംശയമില്ല. പക്ഷേ എന്നാൽ പിന്നെ എന്തിനാ ഭഗവാൻ അവിടെ ഒരു വക്ഷ്യാമി അശേഷ സംശയമില്ല എന്ന് പറയാനല്ലോ. നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാവും. അതാ അവിടെ വന്നത്. എങ്ങനെ ഈ പരിമിതം കൊണ്ട് അപരിമിതത്തിനെ കിട്ടാൻ സാധിക്കുക എന്നൊരു സംശയം നമുക്കുണ്ടാവും. ആ സംശയം ഇല്ലാണ്ടാക്കി തരും ഇവിടെ. കാരണം ഈ പരിമിതം എന്നുള്ളതൊക്കെ വെറും സങ്കല്പമാണ്, തോന്നലാണ്, ഇല്ലേ, പൂർണ്ണമല്ല. നമ്മളിപ്പോൾ അത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ധരിച്ചിട്ടാണ് ഇതെങ്ങനെയാണ് ഒന്നിച്ചാവുക എന്ന് തോന്നുന്നത്. അതില്ല എന്ന് പറയാനാണ് അശേഷത, ബാക്കില്ലാണ്ട് പറയാം എന്ന് പറയുന്നത്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിൽ യതതി സിദ്ധയെ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വത. മനുഷ്യന്മാരിൽ സഹസ്രേഷ ആയിരക്കണക്കിലുള്ള ആളുകളല്ലേ, കശ്ചിൽ യതതി സിദ്ധയെ, സിദ്ധിക്കേച്ച പരമാർത്ഥമായ ജ്ഞാനം അറിയാനായിട്ട് പ്രവർത്തിക്കുന്നവർ ലോകത്തിലെന്നും കുറച്ചാളേ ഉണ്ടാവുള്ളൂ. കാരണം മായയിലാണല്ലോ നിൽക്കുന്നത്. മായ എന്നൊന്നുമില്ലെങ്കിൽ പിന്നെ ഇവിടെ പ്രപഞ്ചമില്ല. അപ്പോൾ അതുകൊണ്ട് അധികം ആളും സ്വാഭാവികമായിട്ട് അപ്പുറത്തെ കാര്യങ്ങൾ നടക്കുക എന്നല്ലാണ്ട് പൂർണ്ണതയ്ക്ക് എത്തണമെന്ന് വളരെ ചുരുക്കം ആൾക്ക് തോന്നുള്ളൂ. അത് ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഒരു അത്ഭുതം വിചാരിക്കാൻ എന്താ അത്ര അധികം ആൾക്കൊന്നും ഇത് വരാത്തത് തോന്നരുത്. കാരണം ഈശ്വരൻ്റെ തന്നെ സങ്കല്പം യഥതാമപി അങ്ങനെ പണിയെടുക്കണേൽ തന്നെ സിദ്ധാനാം
കശ്ചിൻ മാം വേത്തി തത്വത. അതിൽ ഏതോ കുറച്ച് ആളുകൾ മാത്രമേ എന്നെ താത്വികമായിട്ട് അറിയുള്ളൂ. അധികം ആളും ഇപ്പോൾ ശ്രീകൃഷ്ണൻ എന്നറിയും, ശ്രീരാമൻ എന്നറിയും, ശിവൻ എന്നറിയും, അങ്ങനെയൊക്കെ അറിയുന്നല്ലാണ്ട് ആരായി ശ്രീകൃഷ്ണൻ, ആരാണ് ശ്രീരാമൻ എന്നൊന്നും സാധാരണ ആളുകൾ അറിയില്ല. ഈ കഥ വായിച്ചിട്ട് പുരാണങ്ങളൊക്കെ പെട്ടിട്ട് ഒക്കെ ഒരു മനുഷ്യ സ്വഭാവം അവർക്ക് ഉണ്ടാകും. താത്വികം, തത്വം എന്നുള്ളതിന് നില എന്നർത്ഥമാണ്. ഓരോന്നിനും ഒരു നിലയുണ്ട്. ഇവിടെ താത്വിക ചിലോ പരമമായ നില, പിന്നെ അതിന് അപ്പുറം ഒരു നിലയില്ല. അത് അറിയണവർ വളരെ ചുരുക്കമുള്ളൂ. ഇതിവിടെ പറഞ്ഞത് നമ്മളെ നിരാശരാക്കാനല്ല, നമ്മളെ ഉശരന്മാരാക്കാനാണ്. കാരണം കുറച്ച് ആളുകൾ ഇത് അറിയണവർ ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് വന്നാൽ അപ്പോൾ അത് ഞാനായി കൂടെ എന്ന് വിചാരിച്ചൂടെ? അങ്ങനെയല്ലേ? അല്ലാണ്ട് നിരാശപ്പെടുത്താൻ പറയല്ല ഭഗവാൻ, ആശ ഉണ്ടാക്കണം. ഭഗവാനെ താത്വികമായിട്ട് ആർക്കും അറിയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞെങ്കിൽ എന്നാൽ പിന്നെ ഗീതാ ക്ലാസ്സും വേണ്ട, ഒരു കാര്യവും വേണ്ട, ഒന്നും പറ്റില്ല. അങ്ങനെയല്ല, സാധിക്കും, ശ്രദ്ധിച്ചാൽ സാധിക്കും. അങ്ങനെയുള്ള അനുഭവം മഹാത്മാക്കളെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരും നമ്മളെ പോലെ തന്നെയാണോ? ശരീരമൊക്കെ നമ്മളെ പോലെ തന്നെയാണ്, മനസ്സും ബുദ്ധിയൊക്കെ. അവരതിനെ എന്ത് ചെയ്തു? വേണ്ട മാതിരി ഉപയോഗിച്ചു. ഏതുപോലെ ഇപ്പോൾ നീന്തം നമുക്ക് അറിയാം, മനുഷ്യന് പക്ഷെ ഉള്ളിൽ അറിയാൻ ശക്തിയുണ്ട്. നമ്മൾ പഠിച്ചാൽ സുഖമായിട്ട് നീന്താം, പഠിക്കാൻ കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിയാൽ ചാവുകയും ചെയ്യും. അത് ഈശ്വരൻ്റെ കുറ്റമല്ല, നമ്മൾ വേണ്ടവരെ പഠിച്ചില്ല, അല്ലേ? അപ്പോൾ ഏത് പ്രവൃത്തി അതെ, അതിലിപ്പോൾ എന്നെ മതക്കാരെന്നോ എന്നെ രാജ്യക്കാരെന്നോ ഒന്നും അവസ്ഥയില്ലല്ലോ. അതുമാതിരി ആത്മജ്ഞാനത്തിനും രാജ്യവും മതവും ഒന്നൊന്നും ബാധകമല്ല. വേണ്ടവരെ ചെയ്താൽ അവർക്കൊക്കെ ഇത് സാധിക്കും പറയണം. ഇനി ഭഗവാൻ ഈ സൃഷ്ടിയുടെ കഥ പറയാൻ പോകുന്നു. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇരിയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടധ. പഞ്ചഭൂതങ്ങൾ: ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് ഒന്നുകൂടി പറയാണ്. കാരണം നമുക്കറിഞ്ഞിരുന്നു ഈ ഇംഗ്ലീഷുകാരിത് തെറ്റി പറഞ്ഞിട്ടേ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി കേൾക്കുക നല്ലത്. കാരണം അവർ സ്കൈ, എയർ, ഫയർ, വാട്ടർ, എർത്ത് എന്ന് അർത്ഥമെടുത്തു. അത്യന്ത അപകടം. കാരണം ഇതൊന്നും അല്ലത്. അതെന്താണെന്നുള്ളത് ഇംഗ്ലീഷിൽ തന്നെ പറയട്ടെ. പണ്ട് ഋഷിമാർക്കും ഭാരതീയർക്കും അറിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിൽ സ്വാമി അതിന് വളരെ വ്യക്തത വരുന്നുണ്ട്. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ്, വായു എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ, ചലനം, അഗ്നി എന്ന് പറഞ്ഞാൽ തേജസ്, ചൂട്, ലൂമിനേഷൻ, വെള്ളം എന്ന് പറഞ്ഞാൽ ലിക്വിഡാവുക, ലിക്വിഡിഫിക്കേഷൻ, ഭൂമി എന്ന് പറഞ്ഞാൽ സോളിഡിഫിക്കേഷൻ. ഇങ്ങനെ 5 തരത്തിലെ ഒരു വസ്തുവിന്, പദാർത്ഥത്തിന് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇത് 5 എലമെൻസേ ഉള്ളൂ ഭാരതീയ അറിവരം. അതാണ് പറഞ്ഞത് ഭൂമി, മനലോ ആയു ഖം മന. പിന്നെ മനസ്സ്, ബുദ്ധി, ച അഹങ്കാരം. ചിത്തത്തിനെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണല്ലോ ചിത്തം. അതില്ല. ബുദ്ധി, അഹങ്കാരം. ഇത് മേ ഭിന്ന പ്രകൃതി അഷ്ടധ. ഇങ്ങനെ 8 തരത്തിലെ പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകർഷയാണ് കാരണം മാറ്റം വരുന്നത്. ഇതിലൊക്കെ മാറ്റം വരും, ഈ പറഞ്ഞതിനൊക്കെ അങ്ങനെ മാറ്റം വരുന്നത്. അതും അപരേയ അന്യാം പ്രകൃതിം വിദ്യമേ പരാം ജീവഭൂതാം മമ മഹാഭാഗോ ഏതം ധാര്യതേ ജഗൽ. അപര ഇതൊന്ന് വിട്ടിട്ട് അപരയും വസ്തുന്യം പ്രകൃതിം വിദ്യമേ പരാം. ഈ പ്രകൃതി എന്ന് വിട്ടിട്ട് പരഞ്ച ശ്രേഷ്ഠം, മറ്റേന് കനിഷ്ഠം. ഈ ശ്രേഷ്ഠം കനിഷ്ഠം എന്നുള്ളത് പറഞ്ഞാൽ 10 എന്നും 2 എന്നും പറഞ്ഞാൽ ഉള്ള വ്യത്യാസം ഉണ്ടല്ലോ. 10 ഒരു സംഖ്യയാണ്, 2 ഒരു സംഖ്യയാണ്. അവ തമ്മിൽ ഉച്ചനീചത്വമൊന്നുമില്ല. അപ്പം നമുക്ക് വന്നത് അങ്ങനെയല്ല. ഇതൊക്കെ ഉച്ചനീചത്വം ഉണ്ടാക്കി. അതില്ല. അപ്പോൾ പശുവും ബ്രാഹ്മണനും എല്ലാവരും ഒന്നായിട്ട് കാണണമെന്ന് പറഞ്ഞല്ലോ ഇവിടെ. പക്ഷേ അതുകൊണ്ട് ആ പശു നീച എന്ന് പറയരുത്. അതിൻ്റെ സ്വഭാവം വ്യത്യാസമുണ്ട്, നമ്മുടെ സ്വഭാവം വ്യത്യാസമുണ്ട്. അതിലും ഈശ്വര ചൈതന്യം അതിലുണ്ട്, ഈ മനുഷ്യനിലുണ്ട്. അതാണല്ലോ സത്യം ച സമദർശനം. ദർശനം ഇവിടെ ഇത് പലരും മനസ്സിലാക്കാതെ എന്ത് ചെയ്യുന്നു? ഉച്ചനീചത്വം കണക്കാക്കും. അങ്ങനെയാണ് നമ്മുടെ ഹിന്ദുമതം തന്നെ വളരെയധികം നശിക്കാൻ കാരണം. നാവും കേമനാണ്, എനിക്ക് പ്രത്യേക അവകാശമുണ്ട്. ഈ അവകാശങ്ങൾക്കൊന്നും യാതൊരു അർത്ഥമില്ല എന്നുള്ളത് വളരെ വ്യക്തത. അപ്പോൾ പരാം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്. ഈ 8 മുമ്പ് പറഞ്ഞത് അപര, അത്ര തന്നെ ശ്രേഷ്ഠതയില്ല. കാരണം ഈ പര എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ലേശാംശം ഉണ്ട് അതിൽ, അല്ലേ? ഇപ്പോൾ ഉദാഹരണം ഞാൻ ട്യൂബിൻ്റെ ഇപ്പോൾ ഇലക്ട്രിക് ട്യൂബുണ്ട്. ആ ട്യൂബ് മാത്രമേ ഉള്ളെങ്കിൽ അത് താഴ്ന്നതാണ്. അത് ഈ
ഇലക്ട്രിക് കണക്ഷനിൽ കൂട്ടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് കുറച്ചുകൂടി ശ്രേഷ്ഠമാണ്. കാരണം സ്വിച്ച് ഇട്ടാൽ കത്തും. അത് ഈ ലൈനിലോ കൂടി കണക്കാക്കിട്ടാ അത്രേ വേണ്ടൂ. അതുപോലെ ജീവൻ എന്തുണ്ട്, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായാൽ ഈശ്വരനെ പോലെ. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയാണല്ലോ ഇവിടെ കാണുന്നത്. അതാണ് വ്യത്യാസം. വെറും ട്യൂബാണെങ്കിൽ അത് താഴ്ന്നത്, കണക്ഷനോട് കൂടി തയ്യാറാക്കി വെച്ചാൽ കുറച്ചുകൂടി ശ്രേഷ്ഠമാണ്. ലൈറ്റ് വന്നാൽ അതിൻ്റെ ഫുൾ ഉണ്ടായിരിക്കും. ഇതാണ് പറയുന്നത്. വരാം ജീവഭൂതം അതിനെയാണ് ജീവഭൂതം. ഭൂതം എന്ന് പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ഉണ്ടായത്, ജീവൻ ഉണ്ടായതൻ. ജീവഭൂതം മഹാബഹോ ഏതും ധാര്യതേ ജഗൽ. ഈ ലോകത്തിനെ മുഴുവനും താങ്ങി നിൽക്കുന്നത് ഈ ഈശ്വരൻ്റെ സങ്കല്പമായ ജീവന. ജീവൻ സങ്കല്പമില്ലെങ്കിൽ പിന്നെ ഈ ജഗത്തില്ലല്ലോ. ഭഗവാൻ മാത്രമല്ല, ഇവനെ ജീവനുമില്ല. അപ്പോൾ ഈ ലോകത്തിനെ താങ്ങി നിൽക്കുന്നത് ഈ ജീവഭാവം, ഞാൻ ശരീരമാണ് എന്ന അഹന്ത ആണ് ഈ ലോകത്തെ കാറ്റി നിൽക്കുന്നത്. ഗീതയിൽ 3 തരത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈശ്വര, ജീവ, ജഗത് അല്ലേ. അതിൽ ഇവിടെ പ്രപത്തി എന്നതിന് മാധ്വാചാര്യർ അർത്ഥം കൊടുത്തുള്ളത്, അല്ലെങ്കിൽ പരമമായ ശരണാഗത ഭക്തി, ഈശ്വരഭക്തിയാണ് ഇവിടെ പ്രധാനം. അപ്പോൾ ഈ താനില്ല, ഒക്കെ ഈശ്വരനേ ഉള്ളൂ ആണ് പ്രപത്തി എന്ന് പറഞ്ഞാൽ. വ്യാവഹാരികന്മാരായിട്ട് ആളുകൾക്ക് അങ്ങനെ പോരാ. ഈ ജഗത്തും ഉണ്ട്, ജീവനും ഉണ്ട്. എന്നിട്ട് അതിൽ ജീവനുണ്ട്, ഈശ്വരനുണ്ട്. ഈശ്വരനാണ് വലുത് എന്നുണ്ട്. പരമജ്ഞാനികൾക്ക് അങ്ങനെയല്ല, ഇതൊന്നുമില്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ, വേറെ യാതൊക്കെ പൂർണ്ണം. അങ്ങനെ അതായത് ഉദാഹരണം പറഞ്ഞാൽ പൂർണ്ണം എന്ന് പറഞ്ഞാൽ അദ്വൈതം. പലതുണ്ട്, ഒക്കെ ഈശ്വരൻ്റെ അംശ എന്ന് പറഞ്ഞാൽ അത് വിശിഷ്ടാദ്വൈതം. ഈശ്വരനുണ്ട്, ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ദ്വൈതം. അങ്ങനെ ഇത് 3നെയും ഗീത അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെ വിശിഷ്ടാദ്വൈതൻ്റെ സന്ദർഭമാണ്. കാരണം ഈ കാണുന്നതൊക്കെ ഈശ്വരനാണെങ്കിലും ജീവനുണ്ട് ഇവിടെ. ആ ജീവനെയും പറഞ്ഞിരിക്കുന്നു, പരശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 13 അങ്ങനെയല്ല. അവിടെ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും, അതായത് ശരിക്കും ദ്വൈതം തന്നെ, രണ്ടുമുണ്ട്. 15 ഇതൊന്നുമില്ല, പുരുഷോത്തമൻ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ 3 തരത്തിൽ. ഇവിടെ ഇപ്പോൾ ഈശ്വര ഭക്തിക്കാണ് മാഹാത്മ്യം കൊടുക്കണം. കാരണം ഇത് കഴിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭക്തന്മാരെ പറ്റി, ഭരിക്കാത്ത കുട്ടികളെ പറ്റി പറയും ഒരു വാക്ക്. അത് കഴിഞ്ഞാൽ കാമനയോട് കൂടി ഭരിക്കുന്നവരെ പറ്റി പറയും. ഇതാ ഇനി അധ്യായത്തിൽ വന്നതൊക്കെ വരാൻ പോകുന്നത്. വയ്ക്കും അതിൽ തന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ കാമനാരഹിതന്മാരായിട്ട് ഭരിക്കുന്നുണ്ട്. അവരെ 4 പറയും. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. അതിൽ ആർത്തനും ജിജ്ഞാസുവും അർത്ഥാർത്ഥിയും സകാമ ഭക്തന്മാരല്ല, നിഷ്കാമ ഭക്തന്മാരാണ്. പക്ഷെ പൂർണ്ണന്മാരല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെ ഉദാര എന്ന് പറയും. ഇനി വരാൻ പോകുമ്പോൾ ഉദാര സർവ്വത. മറ്റേത് ജ്ഞാനിയോ പൂർണ്ണനാണ്. അങ്ങനെ അപ്പോൾ ഭക്തിയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ മഹാബാഹോ ഏതം ധാര്യതേ ജഗൽ ഏതത് യോനീനി ഭൂതാനി സർവാണി ഇത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തത. ഏതത് യോനീനി, ഈ യോനികൾ, ഭൂതാനി സർവാണി ഇത്തി ഉപധാരയ, ഇതൊക്കെ നീ ഉപധാരയ അറിയ മനസ്സിലാക്കുക. അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ, ഇതൊക്കെ ഈ ജഗത്തൊക്കെ ഉണ്ടാവണമെങ്കിൽ ഞാനാണ്. ഞാനില്ലെങ്കിൽ ഇത് യാതൊന്നുമില്ല. അതായത് ജ്ഞാനം, നമ്മുടെ ഈശ്വരൻ്റെ പേര് തന്നെ പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് ഋഗ്വേദത്തിൽ വരുന്നത്. ആദ്യത്തെ ആരാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അറിവാണ്. നാരായണഗുരുസ്വാമിയുടെ ഒരു കവിതയുണ്ട്, അറിവ് എന്ന് പറഞ്ഞിട്ട് 16 ശ്ലോകങ്ങൾ. ശരിക്കും ഒരു ഉപനിഷത്ത് പോലെയാണ്. അറിവ് മാത്രമേ ഉള്ളൂ. അറിയുന്നവനും അറിയപ്പെടുന്ന സാധനവും അതൊക്കെ അറിവിനുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ്. അവസാനം ചെന്നാൽ സമാധിയുടെ അങ്ങേ അറ്റത്ത് എത്തിയാൽ ഇതൊക്കെ പോവുത്രേ, അറിവ് മാത്രമായിട്ട് ശേഷിക്കുമെന്ന് അനുഭവ രസികന്മാർ പറയുന്നു. നമുക്കിത് പരിചയമില്ലല്ലോ. നമ്മളിപ്പോൾ അറിയുന്നവനും അല്ലെങ്കിൽ അറിയപ്പെടുന്നതും ഒക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ കാണല്. അങ്ങനെയൊന്നും അല്ലാതെ സാധിക്കുമെന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഏതായാലും ഏതത് യോനീനി ഭൂതാനി സർവാണി ഇത്യുപധാരയ അഹം കൃഷ്ണസ് ജഗത പ്രഭവ പ്രളയസ്ഥത. പ്രളയവും ഉണ്ടാവലും നിലനിൽക്കലും ഒക്കെ ആരാണ്?
ഞാൻ തന്നെ. ഞാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും സാപേക്ഷ അല്ലാത്ത നിരപേക്ഷമായ പൂർണ്ണം നിർത്തണം. അപ്പോൾ ഇത് സാധിക്കുക, ഇനി ഇവിടുന്ന് അത് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് ഉദാഹരണങ്ങൾ പറയാൻ പോകണം. വിഭൂതികൾ എന്ന് പറയും. വിഭൂതി വെച്ചാൽ ഭഗവാന്റെ തന്നെ ശക്തിയാണ്, അല്ലാണ്ട് പറയുന്നില്ല. ശക്തി തന്നെയാണല്ലോ ശക്തികളൊക്കെ. 3 ഭാഗത്ത് ഈ വിഭൂതി പറയുന്നുണ്ട്. 7 അതിസൂക്ഷ്മമായ വിഭൂതികൾ പറയും. 9 അവിടെയും കുറച്ച് വിഭൂതി പറയും. 10-ാം അധ്യായം മുഴുവനും വിഭൂതി യോഗം മാത്രമാണ്. അവിടെ ഒരു പ്രത്യേകതയും പറയട്ടെ. വിഭൂതിയെ പറ്റി പറയുമ്പോൾ 10 ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അങ്ങയുടെ വിഭൂതികളെ ചിന്തിക്കേണ്ടത്, ചിന്തിയോസി ഭഗവന്മയ എന്നൊരു ശ്ലോകം വരും 10. അതായത് വിഭൂതികളെ ചിന്തിക്കാനേ പാടുള്ളൂ, അതുപോലെ പ്രവർത്തിക്കരുത്. അല്ലെങ്കിൽ വലിയ ഒക്കെ ഈശ്വരൻ്റെ വിഭൂതിയാണെന്ന് ഞാനും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പാടില്ല. അത് ഇങ്ങനെയൊക്കെ ഉണ്ടത് മനസ്സിലാക്കാനാണ്. അത് തന്നെ ഒരു ഉദാഹരണം വിനോബജി പറഞ്ഞിട്ടുണ്ട്. 2 ദിക്കിൽ ദണ്ഡോ ദമയിതാമസ്മി എന്ന് പറഞ്ഞിട്ട് മറ്റേ ആളുകളെ അടിക്കണ്ടല്ലോ, അല്ലാതെ വടി ഞാനാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്നാ ശബ്ദത്തിലെ വടി കൊണ്ട് ഭഗവാനുള്ള അടിക്കാലോ എന്ന് അത് പാടില്ല. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്, അത് അറിയാനേ പാടുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ അടിക്കാൻ പാടില്ല. പറഞ്ഞത് അനി കാമോസ്മി ഭരത ഋഷഭ എന്ന് വരും. അവിടെ കാമം ഞാനാണ്, അല്ല ഭഗവാനെ കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭഗവാൻ കാമാണ്, അതുകൊണ്ട് ഇനി എന്ത് കാണിക്കുന്നതിനും വിരോധമില്ല. അതില്ല, ഇങ്ങനെ ചിലതൊക്കെ ഉണ്ട്. അതിനോട് ചിന്തിയോസി എന്ന് ചോദിച്ചത് അർജുനനെ ചിന്തിക്കാനെത്ര, അല്ലാണ്ട് പ്രവർത്തിക്കാനല്ല. കാരണം പൂർണ്ണതയിൽ ഇതൊക്കെ വരണം, അല്ലെങ്കിൽ ആ പൂർണ്ണത വരില്ലോ. പൂർണ്ണതയിൽ നമുക്ക് വ്യവഹാരത്തിന് നല്ലത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വ്യവഹാരത്തിൽ 2 ഉണ്ടാവുണ്ടല്ലോ. 2 ഉണ്ടാകുമ്പോൾ നല്ലതല്ല, 2 അല്ലെങ്കിൽ അല്പം മോശം ഉള്ളെങ്കിലും ഉണ്ടാവണമല്ലോ. നമുക്ക് ഏറ്റവും നല്ലത് എടുക്കണ്ടേ. വ്യവഹാരത്തിന് എന്തു വേണം? നല്ലത്. ചിന്തിക്കുമ്പോൾ പൂർണ്ണം എല്ലാമുണ്ട് എന്ന് ഇതൊക്കെ ഒരുമിച്ച് വരുമ്പോഴേ സാധിക്കുള്ളൂ. അഹം കൃഷ്ണസ്യ ജഗത പ്രഭവസ്തഥ മത്തപരതനം നാന്യതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രയെ മണിഗണ ഇവ. ഒരു ഉദാഹരണം വളരെ ശ്രദ്ധിച്ചു വായിക്കേണ്ടതാണ്. ഈ കൃഷ്ണം കംപ്ലീറ്റ് ജഗത പ്രഭവ പ്രളയസ്തഥ. പ്രഭവ ഉണ്ടാവുക, പ്രളയം ഇല്ലേക്ക്. അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാവില്, മറ്റൊന്ന് ലയിക്കൽ. ലയിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ലയിക്കുക വെച്ചാൽ ഇല്ലാണ്ട് ആവില്ല, അതിൽ ഒതുങ്ങുക, പിന്നെ എടുക്കാമല്ലോ അല്ലേ. നശിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും വാക്കില്ല, എന്നാലും തീരെ ഇല്ല, നാമരൂപങ്ങളില്ലാതെ ആവുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് പ്രളയമല്ല. നാമരൂപങ്ങൾ ഉണ്ടായിട്ടാണ് മാറുമ്പോൾ. ഈ പണ്ടം വേറൊരു പണ്ടാവാം നാമരൂപം മാറുള്ളൂ. തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് പ്രളയം എന്നും കൂടിയും പറയാം. പ്രകർഷേണ ലയിക്കുക എന്നേ പറഞ്ഞുള്ളൂ. അത് അങ്ങനെയല്ല. ഞാൻ ഭാഗവതിലൊരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട് മുമ്പേ. മാം അനുസ്മരതിറ്റം മയ്യേവ പ്രബിലീയത എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. പ്രകർഷേണ വിശേഷേണ ലയിക്കണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് മുമ്പ് തന്നെ. അത് അവസാനിച്ച മത്തപര മൈ സർവമിതം സൂത്രേ മണിഗണ ഇവ. സൂത്രം വെച്ചാൽ നാര് അല്ലെങ്കിൽ വള്ളിയ കല്ലേ, നമ്മൾ നാരെന്ന് വരിക്കുക, അതിൽ മണി ചേർത്ത പോലെ. ഇതിൻ്റെ അർത്ഥം പലരും ചിലപ്പോൾ തെറ്റി പറയാറുണ്ട്. കാരണം ഈ മണിയുടെ ഉള്ളിൽ കൂടി ഒരു ഓട്ടം ഉണ്ടാവും, അതിൽ കൂടിയാണല്ലോ ഈ നൂല് പോവുക. ചിലപ്പോൾ ഒന്ന് നീക്കിയാൽ നൂല് കാണുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ അത്ര തിക്കാണെങ്കിൽ പിന്നെ കാണില്ല. ഇവിടെ അത്ര തിക്കാണെന്ന് കണക്കാക്കണം. കാരണം നൂല് കാണുകയില്ല, മണികൾ മാത്രമേ ഉള്ളൂ. ആ മണികൾ വാസ്തവത്തിൽ ഒറ്റയ്ക്ക് മണികളാണെങ്കിൽ അവയ്ക്ക് ഒരു ഭംഗിയൊന്നുമില്ല. അത് ഈ നൂലിൽ കോർത്തിട്ടാവുമ്പോഴാണ് ഒരു മാലയായിട്ട് ഇടാൻ സാധിക്കുന്നത്. ഇതുപോലെ ഒറ്റയ്ക്ക് ഈ ജീവന്മാർക്ക് ഒരു പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല. അതിൽ കൂടിയെല്ലാം ഭഗവാനാകുന്ന നൂല് പോകുമ്പോഴാണ് അത് ഒരു നല്ല ഭംഗിയുള്ള മാല പോലെ. ഇംഗ്ലീഷിൽ ഈ അധികം സംഗീത ഉപകരണങ്ങളൊക്കെ കൂടിയിട്ട് പാടുന്നതിന് ഓർക്കസ്ട്ര എന്ന് പറയും. അപ്പോൾ എല്ലാവരും കൂടി ചെല്ലും. പക്ഷേ അതിലത്തെ ആധാര ശ്രുതി ഉണ്ടല്ലോ, അത് തെറ്റിയാൽ ആകെ കുഴപ്പമാവും. ആധാരശ്രുതി എല്ലാവർക്കും അതുണ്ട്. അതുപോലെ ഈ ലോകത്തിൽ പലതും നടക്കുന്നുണ്ട്. അതിൻ്റെ ആധാരശ്രുതി ആരാണ്? ഭഗവാനാണ്. അപ്പോൾ ഇവിടെ ഈ നൂല് മണിയെന്ന് എടുക്കരുത്. കാരണം ഈ മണിയെ കാണുന്നുള്ളൂ. ആ മണിയുടെ എവിടെയാണ് മണി നിൽക്കണമെന്നാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് തിരഞ്ഞു നോക്കണം.
അപ്പോളേ നൂല് കാണുള്ളൂ, പുറമേ കണ്ട മണി മാത്രമേ ഉള്ളൂ. അതുപോരാ, ഉള്ളിലേക്ക് തിരഞ്ഞു നോക്കുമ്പോൾ അപ്പം നമുക്ക് ഇതിനെ ആലോചിച്ചാൽ മതി, മണികൾ തന്നെ അങ്ങനെ നിൽക്കില്ല, എന്തോ ഒരു ശക്തി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ള തിരഞ്ഞു നോക്കു പറഞ്ഞു, ലേശം ഒന്ന് നീക്കിയാൽ മതി, അപ്പം ആ നാരവിടെ കാണും. ഇതുപോലെ നമ്മൾ നമ്മുടെ വാസന ഒന്നങ്ങോട്ട് നീക്കിയാൽ അപ്പോൾ ആ ഈശ്വര ചൈതന്യം അവിടെ കാണും. അതാണ് ഇപ്പോൾ ഈ ജീവിതത്തെ പറ്റി പറയണം. അത് സാധിക്കും എങ്ങനെ? മറ നീക്കൽ, അതാണ് നമ്മൾ ചെയ്യുന്ന സാധന. സാധനം ചെയ്യും തോറും വാസന മാറും. ആർത്തൻ ഒരാളെ പറ്റി പറയും ഇവിടെ. ആർത്തൻ എന്ന് പറഞ്ഞാൽ എന്താ അതൊക്കെ എനിക്ക് ഭഗവാനെ കിട്ടാൻ സാധിക്കുന്നില്ലല്ലോ എന്നുണ്ടാവുന്ന ആ ദുഃഖം, അല്ലാണ്ട് എന്തെങ്കിലും സാധനം കിട്ടാനുള്ള ദുഃഖമല്ല, ഈശ്വര സാക്ഷാത്കാരം സാധിക്കുന്നുള്ള ആർത്തൻ. അപ്പം മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങൾ മാറാൻ, മനസ്സിലുണ്ടാവുന്ന ഈ പല പല വികാരങ്ങൾ വരുന്നല്ലോ, അത് ഒതുക്കണമെന്ന് മോഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അത് എങ്ങനെ സാധിക്കും എന്ന് വിചാരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളെയാണ് സാധകൻ എന്ന് പറഞ്ഞു. സാധന എന്ന് പറയുന്നതും സാധകൻ എന്ന് പറഞ്ഞു. അതിലെയാണ് ഇവിടെ എന്താണ് ആർത്തൻ എന്ന് പറയുന്നത്. ജിജ്ഞാസു എന്ന് പറയാമുള്ളൂ. ആ അദ്ദേഹത്തിൻ്റെ ആർത്തത ഇത് ആ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അത് കിട്ടാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ ഈ മണിയുടെ ഉള്ളിൽ കൂടി കണ്ട് പോവുക. ഒക്കെ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ പറയുക തുളച്ചിട്ടൊന്നുമല്ലല്ലോ, നീക്കിയാലൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ മെല്ലെ മെല്ലെ മനസ്സുകൊണ്ട് ഈ ചിന്തകളെ ഒതുക്കി ധ്യാനത്തിൽ വരുമ്പോൾ ക്രമത്തിൽ ആ വാസനകൾ ക്ഷയിച്ച് അവസാനമാകുമ്പോൾ ആ മണിയിലെത്തും, നൂലിലെത്തും. നൂലിലെത്തിയാൽ മനസ്സിലായി, പിന്നെ എല്ലാ മണികളും ഉണ്ട് എന്നൊക്കെ നൂലിലാണ് മനസ്സിലായി, ഈശ്വരനിലാണ് ഇതൊക്കെ നിൽക്കുന്നത് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭ്രമം ഉണ്ടാവില്ല. ഇനി 4-5 ശ്ലോകങ്ങളിൽ മറ്റേ ഇതിൻ്റെ ഈ വിഭൂതികൾ പറയാണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് 7 വരെ അല്ലേ?